Hello, welcome to the second video lesson on the poem When I Was Growing Up by Nellie Wong. In the first lesson, we looked at an introduction. We gave a little brief introduction to the author Nellie Wong, a Chinese American author. And in this video, we will look at a brief summary of the poem When I Was Growing Up. Now, When I Was Growing Up is a poem written by the Chinese American author Nellie Wong in 1973. 1973 ഈ poem എഴുതിയത്. This poem explores the identity crisis of a Chinese American girl growing up in the United States. അപ്പോൾ നെല്ലി വോങ്ങിനെ പോലെ തന്നെ ഉള്ള ഒരു ചൈനീസ് അമേരിക്കൻ പെൺകുട്ടി അമേരിക്കയിൽ വളരുന്ന ഒരു ചൈനീസ് വംശജയായ പെൺകുട്ടിയുടെ ജീവിതത്തെ പറ്റിയിട്ടും അവരുടെ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ്, ഞാൻ ആരാണ്, ഞാൻ ചൈനീസ് ആണോ, ഞാൻ അമേരിക്കൻ ആണോ എന്നുള്ള ആ ഒരു ഐഡൻറ്റിറ്റി, എൻ്റെ സ്വത്വം എന്താണ്, എൻ്റെ ഐഡൻറ്റിറ്റി എന്താണെന്നുള്ള ആ ഒരു കൺഫ്യൂഷനാണ് നമ്മൾ ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറയുക. അതിനെ പറ്റിയാണ് ഈ കവിത. സോ ഇറ്റ് ഈസ് എ പോയം അബൌട്ട് ഗ്രോയിങ് അപ്പ്. ഇറ്റ് ഈസ് ഓൾസോ എ പോയം അബൌട്ട് ഐഡൻറ്റിറ്റി ക്രൈസിസ്. This poem highlights the beauty myth, which considers only white skin to be beautiful, leading to the development of an inferiority crisis among other ethnicities like blacks, Asian Americans, Latinos, etc. സോ അമേരിക്കയിലെ ഡോമിനൻറ്റ് കമ്മ്യൂണിറ്റി വൈറ്റ്സ് ആണ്, വെള്ളക്കാരാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കക്കാർക്ക് വൈറ്റ് സ്കിൻ, വെള്ള നിറമുള്ള ആൾക്കാർക്കാണ് അവർക്ക് മാത്രമാണ് സൗന്ദര്യം എന്നൊരു ഐഡിയ ഉണ്ട്. ദാറ്റ് ഈസ് ദ ബ്യൂട്ടി മിത്ത് ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വൈറ്റ് സ്കിൻ. അങ്ങനെ ഒരു ബ്യൂട്ടി മിത്ത് ഉണ്ടായി വരുമ്പോൾ അമേരിക്കയിലുള്ള മറ്റ് വംശജർ, അതർ എത്നിക് മൈനോറിറ്റീസ് ഇൻ അമേരിക്ക ലൈക്ക് ദ ബ്ലാക്സ്, കറുത്ത വർഗ്ഗക്കാർ, ഏഷ്യൻ അമേരിക്കൻസ്, ഏഷ്യയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വന്ന ജാപ്പനീസ് അമേരിക്കൻസ്, ചൈനീസ് അമേരിക്കൻസ്, എക്സെട്ര ഏഷ്യൻ കൺട്രീസിൽ നിന്ന് വന്നവർ, ലാറ്റിനോസ്, ലാറ്റിൻ അമേരിക്ക, സൗത്ത് അമേരിക്ക, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആൾക്കാർ, അങ്ങനെയുള്ള മറ്റ് അമേരിക്കയിലുള്ള മറ്റ് വംശജർക്കെല്ലാം ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടായി വരികയാണ് ചെയ്യുന്നത്. കാരണം അവർക്കൊന്നും സൗന്ദര്യമില്ല, അവരുടെയൊക്കെ ഡിഫറെൻറ്റ് സ്കിൻ കളേഴ്സിനൊന്നും സൗന്ദര്യമില്ല, വൈറ്റ്സിന് മാത്രമാണ് സൗന്ദര്യം എന്നുള്ള ഒരു മിത്താണ് ഉണ്ടായി വരുന്നത്. ആ മിത്ത് എങ്ങനെ ഈ കവിതയിലെ പെൺകുട്ടിയെ, നെല്ലി വോങ്ങിനെ പോലത്തെ ഒരു ചൈനീസ് അമേരിക്കൻ പെൺകുട്ടീനെ എഫക്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. The girl in the poem wishes she were white because white is the dominant culture in America and she associates power and privilege with being white. അപ്പോൾ അമേരിക്കയിലെ ഡോമിനൻറ്റ് കൾച്ചർ വൈറ്റ്സ് ആയതുകൊണ്ട് തന്നെ അവർക്കാണ് ഏറ്റവും കൂടുതൽ പവർ ഉള്ളത്. സൊസൈറ്റിയിൽ എല്ലാ തരത്തിലുള്ള പവർ ഉള്ളതും പ്രിവിലേജ് ഉള്ളതും എന്തും അവർക്ക് ചെയ്യാം, മറ്റുള്ളവർക്ക് പറ്റാത്ത പല കാര്യങ്ങൾ ചെയ്യാം, പറ്റാത്ത പല ഉയരങ്ങളിലേക്ക് അവർക്ക് ഉയർന്നു ചെല്ലാൻ പറ്റുമെന്നുള്ള ഒരു ഐഡിയ ഈ കുട്ടിക്ക് കിട്ടുകയാണ്. വെള്ളക്കാർക്കാണ് ഏറ്റവും പവർ, അതുകൊണ്ട് ഞാനും വെള്ളക്കാരി ആയിരുന്നെങ്കിൽ എന്നവൾ ആഗ്രഹിക്കുന്നു. ഷി വിഷസ് ദാറ്റ് ഷി വെർ വൈറ്റ്. And she thinks only white girls are beautiful because all the movies that she watched portrayed blonde hair, white skin and sensuous lips as the embodiment of female beauty. അപ്പോൾ അമേരിക്കനിൽ വളരുന്നതുകൊണ്ട് അമേരിക്കൻ സിനിമകൾ കാണുകയാണ്, ഹോളിവുഡ് സിനിമകൾ കാണുകയാണ്. അതിലെ നായികമാരൊക്കെ അധികവും ബ്ലോണ്ട് ഹെയർ, അത് ഗോൾഡൻ ഹെയർ, പിന്നെ വൈറ്റ് സ്കിൻ, അവരൊക്കെ അധികവും അന്നത്തെ കാലത്തെ അമേരിക്കൻ ഹീറോയിൻസ് എല്ലാവരും വൈറ്റ് സ്കിന്നുള്ളവരായിരുന്നു. അവരുടെ കണ്ണ്, അവരുടെ ചുണ്ട്, എല്ലാത്തിനും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ ലുക്കുള്ളവർക്ക് മാത്രമാണ് സൗന്ദര്യം എന്ന് സിനിമകളിൽ കൂടെയും ഈ കുട്ടി പഠിച്ചു വരികയാണ് ചെയ്യുന്നത്. Even among Chinese girls, she realized that fair-skinned girls were praised while she herself was criticized for her dark skin. ഇപ്പോൾ വീട്ടിൽ തന്നെ ഉള്ള മറ്റ് സിസ്റ്റേഴ്സോ കസിൻസോ അല്ലെങ്കിൽ അവളെപ്പോലുള്ള മറ്റ് ചൈനീസ് പെൺകുട്ടികളുടെ ഇടയിൽ തന്നെ കുറച്ചുകൂടി വൈറ്റ് സ്കിൻ, കുറച്ചുകൂടി ഫെയർ സ്കിൻ ഉള്ള പെൺകുട്ടികളെ ആൾക്കാർ പ്രേസ് ചെയ്യാൻ, നീ സുന്ദരിയാണെന്ന് പറയുന്നു. ആ സ്വന്തം കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ തന്നെ, സ്വന്തം അച്ഛനമ്മമാരോ അല്ലെങ്കിൽ ചൈനീസ് ആയിട്ടുള്ള മറ്റ് ആൾക്കാർ പോലും പറയുന്നത് ചൈനീസ് കുട്ടികളിൽ വെച്ച് കുറച്ചുകൂടി വെളുത്ത കുട്ടികൾക്ക് കുറേ കൂടി ഭംഗിയുണ്ടെന്ന് പറയും. എന്നാൽ ഈ നമ്മളുടെ കവിതയിലെ പെൺകുട്ടിക്ക്, ബിക്കോസ് ഷി വാസ് ഡാർക്കർ, അവരെക്കാളും കുറച്ചുകൂടി ഡാർക്ക് സ്കിൻ ആയതുകൊണ്ട് അവൾക്ക് സൗന്ദര്യമില്ല എന്ന് അവൾ സ്വയം വിശ്വസിക്കുകയാണ്. കാരണം അവളുടെ ഡാർക്ക്നെസ്സിനെ എല്ലാവരും ക്രിട്ടിസൈസ് ചെയ്യും. ഇപ്പം നമ്മുടെ നാട്ടിലുണ്ടല്ലോ, നമ്മൾ
പല ആൾക്കാരും പറയും അയ്യോ കറുത്തു പോയല്ലോ കുട്ടി എന്ന് പറയും. ആസ് ഇഫ് ബീയിങ് ഡാർക്ക് ഇസ് എ പ്രോബ്ലം, കറുക്കുക എന്നുള്ള എന്തോ ഒരു പ്രശ്നം എന്നുള്ള രീതിയിലാണ് നമ്മുടെ നാട്ടിലും പറയുന്നത്. അതുപോലെ ഈ കുട്ടിക്കും അനുഭവപ്പെട്ടു. സ്വന്തം അച്ഛനമ്മമാരും മറ്റ് ബന്ധുക്കളും മറ്റ് ചൈനീസ് അവരുടെ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആൾക്കാരും എല്ലാം ഇതുപോലെ തന്നെ വെളുക്കുന്നതാണ് നല്ലത് എന്നുള്ള രീതിയിൽ അവളെ ട്രീറ്റ് ചെയ്തു. Because of all this, this girl thought that darkness was dirty. She thought darkness is associated with dirtiness. ഞാൻ എന്തോ എൻ്റെ ശരീരത്തിൽ ഒരു ഡേർട്ട്, എന്തോ അഴുക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഡാർക്ക് ആയതെന്ന് അവൾ വിചാരിച്ചു. സോ ഷീ കെപ്റ്റ് ട്രൈങ് ടു ക്ലീൻ ഹേർസെൽഫ്. ഷീ കെപ്റ്റ് ടേക്കിംഗ് ബാത്ത്സ്. ഇടയ്ക്കിടയ്ക്ക് കുളിക്കുക, മുഖം കഴുകുക, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആ ശരീരം ഉരച്ച് കഴുകി വെളുപ്പിക്കാൻ ശ്രമിച്ചു. ബട്ട് ഷീ നെവർ സക്സീഡഡ് ഇൻ ചേഞ്ചിങ് ഹർ സ്കിൻ കളർ. ഒരിക്കലും പക്ഷേ എത്ര കഴുകി വെളുപ്പിക്കാൻ ശ്രമിച്ചാലും ആ സ്വതസിദ്ധമായ സ്കിൻ കളർ മാറില്ല. ആ കുട്ടി കറുത്തിട്ട് അല്ലെങ്കിൽ ആ യെല്ലോ കളറിൽ, ചൈനീസ് കുട്ടികളുടെ കളറിൽ തന്നെ ഇരുന്നു. അതിൽ ആ കുട്ടിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. And at school, she saw rich girls, both white and yellow skinned, and she wanted to be like them. She considered the culture of Americans, white Americans, to be the only true culture, and she felt like a foreigner among her own parents and her own community. അങ്ങനെ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോൾ കുറേ റിച്ചായ കുട്ടികളെ കണ്ടു. അതിൽ അധികം റിച്ചായിട്ടുള്ള കുട്ടികളും വൈറ്റ്സ് ആണ്. ചിലത് ചൈനീസ് കുട്ടികൾ തന്നെ ഉണ്ടായിരുന്നു. യെല്ലോ സ്കിൻഡ് ആയിട്ടുള്ള ചൈനീസ് ഓർ ജാപ്പനീസ് ഏഷ്യൻ കുട്ടികളും ഉണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാം വളരെ റിച്ച് ആയിരുന്നു. അവരുടെ ഡ്രസ്സിങ്ങിലും അവരുടെ ഭാവത്തിലും എല്ലാത്തിലും നന്നായി ഇംഗ്ലീഷ് പറയുക, അങ്ങനത്തെ പല സംഭവത്തിലും അവർ വളരെ റിച്ച് ആയിരുന്നു. അപ്പോൾ അവരെ പോലെ ആവാൻ ആ കുട്ടി ആഗ്രഹിച്ചു. കാരണം എല്ലാവരും അവരെയാണ് സുന്ദരിമാരായിട്ടും ഏറ്റവും നല്ല കുട്ടികളായിട്ടും കണക്കാക്കുന്നത്. അതിനു വേണ്ടി this girl started learning English really well, and she wanted to be very good and very obedient. എല്ലാ കുട്ടികളെയും പോലെ നല്ലോണം മറ്റ് ചൈനീസുകാരെ പോലെ തോന്നാതിരിക്കാൻ വേണ്ടി അവൾ ഇംഗ്ലീഷ് നന്നായി പഠിച്ചു. അതുപോലെ എല്ലാ റൂൾസും ഒബേ ചെയ്തു. അങ്ങനെ സ്കൂളിൽ വെച്ചിട്ട് അവൾ ഒരു നല്ല കുട്ടി അല്ലെങ്കിൽ ഒരു സ്മാർട്ട് കുട്ടി എന്നുള്ള ഒരു പേര് നേടാൻ ശ്രമിച്ചു. ബിക്കോസ് ഷീ വാണ്ടഡ് ടു ബി ആക്സെപ്റ്റഡ് ബൈ ദ വൈറ്റ്സ്. മറ്റ് വെള്ളക്കാർ അവളെ കൂടി ആക്സെപ്റ്റ് ചെയ്യണം എന്ന് അവൾ ആഗ്രഹിച്ചതുകൊണ്ടാണ് ഇതെല്ലാം അവൾ ചെയ്തത്. Now, slowly this girl also started to feel embarrassed of Chinese men. She thought they were weak and uncultured when compared to white American men. അങ്ങനെ പതുക്കെ പതുക്കെ ചൈനീസ് ആവുക എന്ന് പറഞ്ഞാൽ അതെന്തോ മോശമാണെന്നുള്ളൊരു ഐഡിയ അവൾക്ക് വന്നു. ചൈനീസ് പെൺകുട്ടികളിൽ തന്നെ അവൾക്ക് അവളെക്കാൾ വെളുത്ത കുട്ടികളാണ് അല്ലെങ്കിൽ റിച്ച് ആയിട്ടുള്ള കുട്ടികളെ കാണുമ്പോഴാണ് അതാണ് സൗന്ദര്യം, അതുപോലെ ആവണം ഞാനെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ചൈനീസ് ആണുങ്ങളെ, ചൈനീസ് മെന്നിനെ കാണുമ്പോൾ അവൾക്ക് ഭയങ്കര എംബാരസ്മെൻറ്റ്, ഭയങ്കര എന്തോ ഒരു നാണക്കേടാണ്. അയ്യേ എൻ്റെ കമ്മ്യൂണിറ്റിയിലെ ആണുങ്ങളൊക്കെ ഇങ്ങനെയാണല്ലോ എന്ന് ആലോചിച്ച് അവൾക്ക് ഭയങ്കര നാണക്കേട് തോന്നി. ആൻഡ് ഷീ തോട്ട് ദേ ആർ വീക്ക് ആൻഡ് അൺകൾച്ചേർഡ്. തീരെ കൾച്ചർ ഇല്ലാത്ത, സൊഫിസ്റ്റിക്കേഷൻ ഇല്ലാത്ത, ഇങ്ങനെ നടക്കുമ്പോൾ വഴിയിലൊക്കെ തുപ്പും, അങ്ങനെ തീരെ വൈറ്റ് മെൻ എന്ന് പറഞ്ഞാൽ എന്തോ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആണ്. അപ്പോൾ പെൺകുട്ടികളുടെ സൗന്ദര്യം മാത്രമല്ല ആൺകുട്ടികളിലും അവൾ വെള്ളക്കാർക്കാണ് കുറച്ചും കൂടി സൗന്ദര്യവും വിചാരിച്ചത്. അതുപോലെ തന്നെ അവരാണ് സ്ട്രോങ്, അവരെ പോലെ ആവാണ് വേണ്ടത് എന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ അവൾക്ക് അവളുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആണുങ്ങളോടോ ആൺകുട്ടികളോടോ ഒരു താല്പര്യവും തോന്നിയില്ല. മറിച്ച് അവരോട് എന്തോ വളരെ നാണക്കേടാണ് അവരെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ തോന്നിയത്. Instead, however, she was very happy when, as she was growing up, a white man once asked her on a date. അപ്പോൾ കുറച്ച് വളർന്ന് വലുതായി വരുന്ന സമയത്ത് ഒരു വെള്ളക്കാരനായ ഒരു മനുഷ്യൻ, ഒരു പയ്യൻ വന്നിട്ട് അവളോട് ഒരു ഡേറ്റിന് വിളിച്ചു. പുറത്ത് പോയിട്ട് വല്ല സിനിമയ്ക്ക് പോകാനോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനോ ഒക്കെ ആയിരിക്കും. അങ്ങനെ ഡേറ്റിന് വിളിച്ചു കൊണ്ടുപോയപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഈ വെള്ളക്കാരൻ എന്നെ അക്നോളജ് ചെയ്യുന്നുണ്ട്, എൻ്റെ സൗന്ദര്യത്തെ ഈ വെള്ളക്കാരൻ അക്നോളജ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ച് അവൾ സന്തോഷിച്ചു. അല്ലാതെ സ്വന്തം കമ്മ്യൂണിറ്റിയിലുള്ള പുരുഷന്മാരോടോ ആണുങ്ങളോടോ ആൺകുട്ടികളോടോ ഒന്നും അവൾക്ക് ഒരു താല്പര്യവും തോന്നിയില്ല. വെള്ളക്കാർ അവളെ അംഗീകരിക്കണം എന്ന് മാത്രമായിരുന്നു അവളുടെ താല്പര്യം. And when that white man asked her for a date, she felt very happy, even though she knew that he was seeing her as an exotic object, a symbol of Oriental beauty. But still she was happy because she felt desirable. വെള്ളക്കാരൻ അവളെ
ഡേറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ അവൾ ആരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം കൊണ്ടൊന്നും ആവണമെന്നില്ല. ഒരു ചൈനക്കാരിയെ ഡേറ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അതിൻ്റെ ഒരു എക്സോട്ടിക്കോ എന്തോ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ചൈനക്കാരിനെ ഞാൻ ഡേറ്റ് ചെയ്യുന്നു എന്ന് തോന്നാൻ വേണ്ടിയായിരിക്കും ചിലപ്പോൾ അവനത് ചെയ്തത്. അവൻ അവളെ കാണുന്നത് അവളുടെ സൗന്ദര്യമല്ല, പക്ഷെ ചൈനയിൽ എന്തോ അവനൊരു സൗന്ദര്യം കാണുകയാണ് ചെയ്യുന്നത്. എന്നാൽ പോലും അവൾ ഹാപ്പി ആയിരുന്നു. കാരണം അവൾക്ക് അങ്ങനെയെങ്കിലും എന്നെ ഒരാൾ സുന്ദരിയായി കണക്കാക്കുന്നുണ്ടല്ലോ എന്നവൾ വിചാരിച്ചു. ഷീ ഫെൽ ദാറ്റ് അറ്റ്ലീസ്റ്റ് ഹീ ഫൗണ്ട് ഹർ ബ്യൂട്ടിഫുൾ ഈവൺ ഇഫ് ഇറ്റ് വാസ് ഹർ ചൈനീസ് ആൻസിസ്ട്രി ദാറ്റ് ഹി ഫൗണ്ട് വെരി എക്സോട്ടിക്. അവൻ്റെ ചുറ്റുമുള്ള പെൺകുട്ടികളെ പോലെ അല്ല, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കുട്ടി എന്നുള്ള രീതിയിൽ മാത്രമായിരിക്കും ചിലപ്പോൾ അവൻ കണ്ടതെങ്കിലും എന്നാൽ പോലും അവൻ എന്നെ ഒരു സുന്ദരിയായി കണ്ടല്ലോ, അവൻ എന്നെ ഡേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചല്ലോ എന്ന് ആലോചിച്ചവൾ സന്തോഷിച്ചു. And then this girl also talks about how she used to feel claustrophobic and restricted in the crowded streets of Chinatown where she grew up. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ചൈന ടൗൺ എന്ന് പറയുന്ന ഒരു ചെറിയ ഇമിഗ്രൻസ്, ഏഷ്യൻ അമേരിക്കൻ ഇമിഗ്രൻസ് താമസിച്ചിരുന്ന ചില ഏരിയാസ് ഉണ്ട്, എല്ലാ സിറ്റീസിലുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്താണ് ചൈനീസ് ഇമിഗ്രൻസ് ആയിരുന്ന നെല്ലി വോങ്ങിൻ്റെ പേരൻസ് ജീവിച്ചത്. അതായത് ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റ് നടത്തുമായിരുന്നു. ആ റെസ്റ്റോറൻറ്റിൽ നെല്ലി വോങ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെല്ലി വോങ്ങിൻ്റെ അതേപോലത്തെ ലൈഫുള്ളൊരു പെൺകുട്ടീനെ പറ്റിയിട്ടാണ് ഈ കവിതയിൽ പറയുന്നത്. ഷീ ഗ്രൂ അപ്പ് ഇൻ ചൈന ടൗൺ വേർ ദ സ്ട്രീറ്റ്സ് വെർ എക്സ്ട്രീംലി ക്രൗഡഡ്, വളരെ ക്രൗഡഡ് ആയിട്ടുള്ള സ്ട്രീറ്റ്സ് ആണ്. ആൻഡ് ഷീ യൂസ് ടു ഫീൽ റെസ്ട്രിക്റ്റഡ് ദെയർ. ആ ക്രൗഡിൻ്റെ ഇടയിൽ എന്തോ എന്നിങ്ങനെ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. ഷീ ഫെൽറ്റ് സഫക്കേറ്റഡ്, ഷീ ഫെൽറ്റ് ക്ലോസ്ട്രോഫോബിക്. ക്ലോസ്ട്രോഫോബിയ എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ഇടുങ്ങിയ സ്ഥലങ്ങളിൽ നിൽക്കുമ്പോൾ നമുക്ക് അയ്യോ ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നത്, ദാറ്റ് ഇസ് ക്ലോസ്ട്രോഫോബിയ. സോ ഷീ യൂസ് ടു ഫീൽ very much restricted and suffocated and claustrophobic in the crowded streets of Chinatown where she grew up. അവളുടെ സ്വന്തം സ്ഥലമാണ്, അവൾ വളർന്ന സ്ഥലമാണെങ്കിലും അത് അവൾക്ക് തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. Instead, so these are some pictures of Chinatown. Instead, this girl used to feel that she wanted to go and live in some open space, some place where there are lots of mountains and seashores and things like that. Maybe by this she means that she wants freedom from being associated with her community. ഈ ചൈനടൗൺ എന്ന് പറയുന്ന സ്ഥലത്ത് അവളിങ്ങനെ അവളുടെ സ്വന്തം കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരെ, അവൾക്ക് ഇഷ്ടമല്ല അവളുടെ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരെ. പെൺകുട്ടികൾക്ക് സൗന്ദര്യം തോന്നില്ല, ആണുങ്ങൾ വളരെ വീക്കായിട്ട് അവൾക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ ജീവിക്കുന്നതിൽ നിന്നും അവൾക്ക് മാറി ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയി നല്ല നീല ആകാശം, പർപ്പിൾ മൗണ്ടൻ, സീ ഷോർ ഇതെല്ലാമുള്ള ഒരു സ്ഥലത്ത് പോയി ജീവിക്കണം എന്നായിരുന്നു അവളുടെ ആഗ്രഹം. ഓൾ ദിസ് വാസ് വെൻ ഷി വാസ് ഗ്രോയിങ് അപ്പ്. വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പല ആഗ്രഹങ്ങളുണ്ടായിരുന്നു. കുട്ടിയായിരിക്കുമ്പോൾ അല്ലെങ്കിൽ വളർന്നു വരുന്ന പ്രായത്തിൽ ഇങ്ങനെ പല ആഗ്രഹങ്ങളുണ്ടായിരുന്നു. But later in life, as she finally grew up, this girl realizes that Chinatown was a crowded ghetto where immigrant Asian Americans lived. And that there are several such ghettos spread across America in all the major cities of America. So there is a Chinatown in New York, there is a Chinatown in San Francisco, etc., etc. And we know that Nellie Wong herself grew up in the Chinatown in Oakland, California. അങ്ങനെ വളർന്ന് വലുതായി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ ചൈനടൗൺ എന്ന് പറയുന്നത് ഇമിഗ്രൻറ്റ് ഏഷ്യൻ അമേരിക്കൻസ് ജീവിച്ചിരുന്ന ഒരു ഗെറ്റോ ആണ്. ഗെറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ മാത്രം തിങ്ങിപ്പാർക്കുന്ന, ഓൾമോസ്റ്റ് ലൈക്ക് എ സ്ലം, ഒരു ചേരി പോലെ, പക്ഷേ ചേരിയല്ല, ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ വെള്ളക്കാർക്ക് ഒന്നും അവിടെ താമസിക്കാൻ താല്പര്യമില്ല. അതുപോലെ തന്നെ ഈ ചൈനീസ് അമേരിക്കൻസിനെ മറ്റ് സ്ഥലങ്ങളിൽ താമസിപ്പിക്കാനും വെള്ളക്കാർക്ക് താല്പര്യമില്ല. അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ്റെ ഭാഗമായി ഉണ്ടായി വന്ന സ്ഥലങ്ങളാണ് ഈ ചൈനടൗൺ എന്ന് പറയുന്നത്. അങ്ങനത്തെ ചൈനടൗൺസ് നമ്മൾ പറഞ്ഞ പോലെ ഈ അമേരിക്കയിലെ എല്ലാ സിറ്റീസിലും ഉണ്ടായിരുന്നു. ന്യൂയോർക്ക്, സാൻ ഫ്രാൻസിസ്കോ, എല്ലാ മേജർ സിറ്റീസിലും ഒരു ചൈനടൗൺ ഉണ്ടായിരുന്നു. And as this girl grows up, initially when she was small, she didn't like living in Chinatown. But when she grew up, she realized that these Chinatowns are the living hearts of Asian America. ഏഷ്യൻ അമേരിക്കക്കാർ ജീവിച്ചിരുന്ന സ്ഥലങ്ങളാണ്. അവരുടെ ലൈഫ്, അവരുടെ കൾച്ചറെല്ലാം നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ഈ ചൈനടൗൺസിലാണ്. അതുകൊണ്ട് ഏഷ്യൻ അമേരിക്കക്കാരുടെ ഒരു ഹാർട്ട് എന്ന് പറയാൻ പറ്റുന്ന സ്ഥലമാണ് ഈ ചൈനടൗൺ എന്നവൾ വളർന്നു വലുതായതിനു ശേഷം അവൾ മനസ്സിലാക്കുന്നു. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ഷീ ഈസ് ഏബിൾ ടു accept her own identity as a Chinese American, as an Asian American. അത് എന്ന് അവൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നു. ഞാനൊരു ഏഷ്യൻ അമേരിക്കൻ ആണ്, ഞാൻ
ഇങ്ങനെ ആവുന്നതിൽ എൻ്റെ സ്കിൻ കളറിലോ എൻ്റെ മറ്റു കാര്യങ്ങളിലോ ഒന്നും എൻ്റെ ഐഡൻറ്റിറ്റിയിലോ എൻ്റെ കൾച്ചറിലോ ഒരു മോശമായിട്ടൊന്നുമില്ല. ഐ ആം ആസ് ഗുഡ് ആസ് എനിബഡി എൽസ് എന്ന് അവൾക്ക് എന്ന് മനസ്സിലാവുന്നു, അന്നാണ് അവൾക്ക് അവളുടെ പേരൻസിനെയും അവളുടെ കമ്മ്യൂണിറ്റിനെയും അവൾ ജീവിച്ച് വളർന്ന ഈ ചൈന ടൗൺ എന്ന് പറയുന്ന സ്ഥലത്തിനെയെല്ലാം അംഗീകരിക്കാൻ പറ്റുന്നത്. അതോടുകൂടി അവളുടെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, ഞാൻ മറ്റുള്ളവരെക്കാളും മോശമാണ് എന്ന് തോന്നുന്ന ആ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അവൾക്ക് ഇല്ലാതായി തീരുകയാണ് ചെയ്യുന്നത്. സോ ഇൻ ദിസ് പോയം ദ പോയറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദ പാസ്റ്റ് വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ്. വാസ് പാസ്റ്റ് ടെൻസ് ആണ്. ഞാൻ വളർന്നു വന്നിരുന്ന കാലത്ത് ഇങ്ങനെയൊക്കെ ഞാൻ വിശ്വസിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് ഞാൻ അത് വിശ്വസിക്കുന്നില്ല എന്നൊരു മീനിങ് ഉണ്ട്. സോ നൗ ദ ഗേൾ ഹാസ് ഗ്രോൺ അപ്പ് ആൻഡ് നൗ ഷീ നോ ലോങ്ങർ ബിലീവ്സ് ദാറ്റ് ഷീ ഈസ് inferior to the whites. She no longer has any identity crisis. But these are all the things that she felt when she was growing up. So I hope the poem has been clear to you. അതിൻ്റെ സമ്മറി പറഞ്ഞ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുക. ആൻഡ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ വി വിൽ maybe next 1 or 2 videos we will take to look at the poem in detail. So we will read the poem line by line and then we will try to give the explanation of each line or each stanza of that poem. So thank you.